നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുന്നു. UDF നേതൃയോഗം പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം തീരുമാനം വന്നിരിക്കുന്നു. UDF PV അൻവർ ചർച്ച വഴിമുട്ടുകയാണ്. സ്ഥാനാർത്ഥി അംഗീകരിച്ചാൽ അൻവറിന് അസോസിയേറ്റ് അംഗമാകാം എന്ന നിലപാട് UDF സ്വീകരിക്കുന്നു. ഇന്ന് ചേർന്ന UDF യോഗത്തിലാണ് അത് സംബന്ധിച്ച അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയത്. തീരുമാനം കൺവീനർ അടൂർ പ്രകാശ് PV അൻവറിനെ അറിയിക്കും. എന്നാൽ നിബന്ധന PV അൻവർ അംഗീകരിച്ചിട്ടില്ല. പൂർണ്ണ ഘടകകക്ഷിയാക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് PV അൻവർ. റാഫി കരീമും വിപിൻ സി വിജയനും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം റാഫി കരീമിലേക്കാണ്. റാഫി, ഇത് UDF അവരുടെ നിലപാടിൽ നിന്ന്, നേരത്തെ പ്രഖ്യാപിച്ച നിലപാടിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകുന്നില്ല. അസോസിയേറ്റ് ആക്കാമെന്നുള്ളതൊക്കെ നേരത്തെ തന്നെ രൂപപ്പെട്ടിട്ടുള്ള ഒരു ധാരണയും ചർച്ചയിൽ വന്നിട്ടുള്ള വിഷയവുമാണ്. അവരുടെ പ്രധാന ആവശ്യം ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് നേരത്തെ അൻവർ പറഞ്ഞ അധിക്ഷേപം അത് പിൻവലിക്കുക. ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥിക്കൊപ്പം UDFന്റെ സ്ഥാനാർത്ഥിക്ക് അൻവർ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടോ എന്നുള്ള ഏക ചോദ്യമാണ് UDF നേതൃത്വം മുന്നോട്ട് വെച്ചത്. അത് ഈ നേതൃയോഗത്തിന് ശേഷവും അതേപടി അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതിനുശേഷം അൻവറിൻ്റെ സമീപനം പുറത്തു വന്നു, പ്രതികരണം പുറത്തു വന്നു. പൂർണ്ണാർത്ഥത്തിൽ ഘടകകക്ഷിയാക്കണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചതെന്ന് മനസ്സിലാക്കുന്നു. UDF നേതൃയോഗത്തിൽ എന്ത് തീരുമാനമാണ് ഉണ്ടായത്? അതിനെ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് കാണേണ്ടത് റാഫി? മുൻപ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അൻവറിന് മുന്നിൽ ബസിന്റെ വാതിൽ അടച്ചിട്ടില്ല എന്നാണ്. എന്നാൽ UDF നേതൃയോഗത്തിന് ശേഷം അൻവറിനെ ബസിന്റെ വാതിൽക്കൽ നിർത്തും എന്നുള്ള തീരുമാനമാണ് നിലവിൽ UDF എടുത്തിരിക്കുന്നത്. അൻവറിന് അസോസിയേറ്റ് ഘടകകക്ഷി, അതായത് അസോസിയേറ്റ് മെമ്പറായി UDFൽ നിൽക്കാം എന്നുള്ള നിർദ്ദേശമാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. ഈ യോഗത്തിൽ അൻവറിൻ്റെ നിലപാടുകളെയും ഒപ്പം തന്നെ അൻവർ ഉന്നയിക്കുന്ന ഭീഷണിയെയും ഫോർവേഡ് ബ്ലോക്ക് ശക്തമായി എതിർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസ് അൻവറിനെ ഘടകകക്ഷിയാക്കുന്നതിൽ എതിർപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അൻവറിനെ നിലവിലെ UDF യോഗ തീരുമാനം UDF കൺവീനറായ അടൂർ പ്രകാശ് അറിയിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഉടനെ ഉണ്ടാകുമെന്നുള്ളതാണ്. അൻവറിന് മുന്നിലേക്ക് UDFന്റെ ഈ അസോസിയേറ്റ് അംഗത്വം കിട്ടണമെങ്കിൽ പോലും ഒരു നിബന്ധന UDF വയ്ക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് UDF സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണം, UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. നേരത്തെ അൻവറിനോട് എടുത്ത തീരുമാനങ്ങൾ, നിലപാടുകൾ, അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ UDF തയ്യാറാകുന്നില്ല. അൻവറിന് മുന്നിൽ അയവ് വരുത്തേണ്ട ആവശ്യമില്ല എന്നുള്ള നേരത്തെയുള്ള UDFന്റെ നിലപാട് മാറ്റുന്നില്ല എന്നുള്ളതാണ്. ഇനി UDFൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കാനുള്ള സാധ്യതകളില്ല എന്നുള്ളതാണ് ഇന്നത്തോടുകൂടി വ്യക്തമാകുന്നത്. അൻവർ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിരുന്നു ഇന്ന് നടന്ന UDFന്റെ യോഗം. ആ യോഗത്തിൽ എന്താണോ തീരുമാനം അത് മാത്രമാണ് അൻവർ വിഷയത്തിൽ ഉണ്ടാകുക എന്ന് ഇതിനോടകം തന്നെ നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. 7 മണിവരെയായിരുന്നു അൻവറിന്റെ തീരുമാനം അറിയിക്കുന്നതിന് വേണ്ടി, UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ അറിയിക്കുന്നതിന് വേണ്ടി സമയം നൽകിയിരുന്നത്. അടൂർ പ്രകാശ് ഇന്നലെ തന്നെ അത് 24നോട് വ്യക്തമാക്കിയതാണ്. ഈ 7 മണിക്ക് ശേഷം ചേർന്ന യോഗത്തിലാണ് വളരെ ശക്തമായ ഒരു തീരുമാനം അൻവർ വിഷയത്തിൽ UDF സ്വീകരിക്കുന്നത്. അൻവർ ഇല്ലാതെയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം കോൺഗ്രസിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് എടുത്തിരിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം നേരത്തെ അൻവർ മുന്നോട്ട് വെച്ച പലതരം ഭീഷണികൾ ഉണ്ടായിരുന്നു, പലതരം ആവശ്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും തന്നെ ഒരു ഘട്ടത്തിലും കോൺഗ്രസ് അംഗീകരിച്ചിരുന്നില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം അൻവറിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടായിരുന്നു. റാഫി, വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്, അതിശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലം. കേരളം ഒന്നാകെ ആ രാഷ്ട്രീയ പോരാട്ടം ഉറ്റുനോക്കുന്നു. സജീവമായ ചില വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുന്നു. അതിനിടയിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം, ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചതിന് ശേഷം PV അൻവർ നടത്തിയ പ്രതികരണം നമുക്ക് മുമ്പിലുണ്ട്. അത് അങ്ങനെയൊക്കെയായിട്ടും അതിനിടയിൽ ചില സമ്മർദ്ദ തന്ത്രങ്ങൾ അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. എന്നിട്ടും UDF നേതൃയോഗം ചേർന്ന് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഫോർമുല, അത് സ്ഥാനാർത്ഥി അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അൻവർ ഉത്തരം നൽകണം. അതിന് അനുകൂലമായാണ് അൻവറിൻ്റെ തീരുമാനമെങ്കിൽ അസോസിയേറ്റ് ആക്കാം എന്നുള്ള തീരുമാനം. ഇതിനേക്കാൾ കൂടുതലൊന്നും ഈ ഘട്ടത്തിൽ UDFന് അൻവറിന് ഓഫർ ചെയ്യാൻ കഴിയില്ല എന്നതല്ലേ യാഥാർത്ഥ്യം റാഫി? തീർച്ചയായും. കാരണം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ അൻവർ നടത്തിയൊരു വിമർശനം അത് വളരെ കടന്നൊരു വിമർശനമായിരുന്നു. അതിനെതിരെ UDF നേതാക്കളടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു. LDFന്റെ സ്ഥാനാർത്ഥിയാകുന്നതിന് വേണ്ടി ആര്യാടൻ ഷൗക്കത്ത് ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതായിരുന്നു അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന വിമർശനം. അതിനുശേഷമാണ് അൻവറിനോട് UDF നേതൃത്വം ശക്തമായ നിലപാടെടുക്കുന്നത്. സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചാൽ, സ്ഥാനാർത്ഥിക്ക് നേരെ നടത്തിയ വിമർശനങ്ങൾ പിൻവലിച്ചാൽ, സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ ഇനി അൻവറുമായി സഹകരിക്കുമെന്നുള്ള നിലപാട് അതേ സമയം തന്നെ UDF നേതാക്കൾ
നൽകിയിരുന്നു. പിന്നീട് നടന്ന ചർച്ചകളിലെല്ലാം അൻവറിന്റെ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരയവും വേണ്ട എന്നായിരുന്നു യു ഡി എഫ് നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായിരുന്ന നിലപാട്. ഇതിൽ പ്രധാനപ്പെട്ട നിലപാടെടുത്തത് വി ഡി സതീശനായിരുന്നു. തനിക്കെതിരെ അൻവർ നടത്തിയ എല്ലാ ആക്ഷേപങ്ങളും, എല്ലാ വിമർശനങ്ങളും, എല്ലാ ഭീഷണികളും വേണ്ട എന്ന് വയ്ക്കാം. ഒപ്പം പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെതിരെ നടത്തിയ, സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ ആക്ഷേപങ്ങൾ പിൻവലിക്കണം, സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കണമെന്നാണ്. ഇന്ന് രാവിലെ അൻവർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിർണായക പത്രസമ്മേളനം വിളിച്ചിരുന്നു. എന്നാൽ ആ പത്രസമ്മേളനം അൻവർ മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. UDF ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.